ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ കസ്റ്റമൈസ്ഡ് ലിസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ സോർട്ടിംഗ് ചെയ്യാം എന്നതാണ്. അപ്പോൾ നമ്മുടെ എക്സൽ തന്നെ കുറച്ച് കസ്റ്റമൈസ്ഡ് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വെച്ച് ആദ്യം ചെയ്യാം. മൗസ് ഉപയോഗിച്ച് നമ്മുടെ ടേബിളിൽ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ എ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടേബിൾ സെലക്ട് ആവുന്നതായിട്ട് കാണാം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും സോർട്ട് കസ്റ്റമൈസ്ഡ് ലിസ്റ്റ് കസ്റ്റം സോർട്ട്. അപ്പം അവിടെ നമ്മൾ സോർട്ട് ബൈ എന്നുള്ളിടത്ത് ഡേയ്സ് സെലക്ട് ചെയ്യുന്നു. സോർട്ട് ഓൺ എന്ന് പറയുന്നത് സെൽ വാല്യൂ തന്നെ. അതിനുശേഷം ഓർഡറിൻ്റെ അവിടെ വന്നതിന് നമ്മൾ കസ്റ്റം ലിസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ കാണാം കുറച്ച് ലിസ്റ്റ് കസ്റ്റമൈസ്ഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നേരത്തെ ചെയ്തിട്ടുള്ള ലിസ്റ്റാണിത്. ഇവിടെ നിന്നും ഞാൻ എനിക്ക് വേണ്ട, അതായത് രണ്ടാമത്തെ ഇത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ടേബിളിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഈ ടേബിൾ എനിക്ക് വേണ്ട രീതിയിൽ എനിക്ക് സോർട്ട് ചെയ്യണം അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ചെയ്യണം. അപ്പം അതിനായിട്ട് നമുക്കിവിടെ കാണാം ഡെസിഗ്നേഷൻ. എനിക്ക് ഡെസിഗ്നേഷൻ ആദ്യം എനിക്ക് എക്സിക്യൂട്ടീവ്, അതിനുശേഷം സീനിയർ എക്സിക്യൂട്ടീവ്, അതിനുശേഷം മാനേജർ, സീനിയർ മാനേജർ, ഈ ഒരു കാണുന്ന ഓർഡറിലാണ് എനിക്ക് സോർട്ട് ചെയ്ത് ഈ ടേബിൾ കിട്ടേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ലിസ്റ്റ് ഞാൻ സോർട്ടിങ്ങിൻ്റെ ആ ഒരു കസ്റ്റമിലോട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൺട്രോൾ എ ഉപയോഗിച്ച് ടേബിൾ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സോർട്ട് കസ്റ്റം സോർട്ട്, അല്ലെങ്കിൽ നമ്മൾ ഹോമിൽ നിന്ന് കസ്റ്റം ലിസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡെസിഗ്നേഷനാണ് മാറ്റേണ്ടത്. ഡെസിഗ്നേഷൻ, അവിടെ നിന്ന് കസ്റ്റം ലിസ്റ്റ്. ഓക്കെ. ഇവിടെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ, അതായത് എനിക്ക് വേണ്ട രീതിയിൽ ഒരു കസ്റ്റം ലിസ്റ്റ് ഇല്ല. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? പുതിയൊരു ലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ലിസ്റ്റ് എൻട്രീസ് എന്നുള്ള ആ ഒരു കോളം. അവിടെ എനിക്ക് വേണ്ട രീതിയിൽ ഞാനത് എഡിറ്റ് ചെയ്യാൻ പോവാണ്. എഡിറ്റ് ചെയ്തു. ഇനി നമ്മളിത് ആഡ് ചെയ്യണം. ആഡ്, അതിനുശേഷം ഓക്കെ, വീണ്ടും ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് ടേബിളിൽ അത് കാണാനായിട്ട് സാധിക്കും. എനിക്ക് വേണ്ട രീതിയിൽ ആ സോർട്ടിങ് കറക്റ്റായിട്ട് വന്നു. ഒരു കസ്റ്റം ലിസ്റ്റ് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം ഇതൊരു 4 ഡെസിഗ്നേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് എളുപ്പം ഇത് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇതൊരു 100 അതിൽ കൂടുതലോ ഡെസിഗ്നേഷൻ ഉള്ളൊരു കമ്പനിയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അതിന് ഒരു ഷോർട്ട് കട്ട് എന്ന നിലയിലാണ് അടുത്തത്. അപ്പം നമ്മൾ നേരെ അത് ഇവിടെ നിന്നും ഫയൽ, അവിടെ നിന്നും ഓപ്ഷൻസ്, അഡ്വാൻസ്ഡ്. അപ്പം ഈ അഡ്വാൻസ്ഡിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എഡിറ്റ് കസ്റ്റം ലിസ്റ്റ്. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു അപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ട ലിസ്റ്റ് സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ സെലക്ട് ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ 2 മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കസ്റ്റമൈസ്ഡ് ലിസ്റ്റ് തയ്യാറാക്കാം. അതുവഴി നമുക്ക് സോർട്ടിങ്ങും ചെയ്യാവുന്നതാണ്. ഇത്രയും നേരം നമ്മൾ കോളം വൈസ് എങ്ങനെ സോർട്ട് ചെയ്യാമെന്ന് നോക്കി. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ സോർട്ടിങ് നോക്കാം. അതിനായിട്ട് നമ്മൾ ടേബിൾ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ എ. അതിനുശേഷം ഹോം ടാബിൽ നിന്നും സോർട്ടിൽ വരുന്നു, കസ്റ്റം സോർട്ട്. അവിടെ നമ്മൾ ഈ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും സോർട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം സോർട്ട് ബൈ എന്നുള്ളത് റോ 5 എന്നായിട്ട് കാണാം. അപ്പം റോ 5 ആണ് നമ്മളിപ്പോൾ സോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഓർഡർ എന്നുള്ളിടത്ത് നമ്മൾ Z-A ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ അടിക്കുകയാണ്. അപ്പോൾ നമുക്കാണ് നമ്മുടെ ഈ ടേബിൾ സോർട്ട് ആയിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഞാനിവിടെ എംപ്ലോയി നെയിമും എംപ്ലോയി ഐ ഡിയും കൂടെ കൂട്ടിയാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് അതും കൂടെ ആ സോർട്ടിങ്ങിൽ
വന്നേക്കുന്നത്. ഇനി നമ്മൾ എംപ്ലോയർ ഐ ഡിയും നെയിമും സെലക്ട് ചെയ്യാതെയാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതുമാത്രം സോർട്ടിങ്ങിൽ വരുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.